ആലമീൻ. മുസ്ലിമല്ലാത്ത സഹോദരി മരണപ്പെട്ടപ്പ ആ മുസ്ലിമല്ലാത്ത സഹോദരിയുടെ മോണു 2000 ഉറുപ്പയുടെ നോട്ട് കൊണ്ടുവന്നിട്ട് പള്ളിയിൽ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കണം. എന്തിനാ മോനെ? എന്നെ ഉമ്മക്ക് ദുആ ചെയ്യണം, ഉമ്മക്ക് ദൂർക്കണോ അവൻ ചൊന്ന. ഈ മുണ്ടത്ര നാമ ഇന്ന് ഇയാൾ ഉമ്മക്ക് ഞാൻ എന്തിനു ദൂർക്കണം? എന്താ വിശേഷം? എന്താ വിശേഷം എന്ന് കേൾക്കുമ്പോ ആ മോണു ചൊന്ന വിഷയ ഉമ്മമാരെ ശ്രദ്ധിക്കണേ. പള്ളിയുടെ മിനാരത്തിൽ ബാങ്ക് കേൾക്കുമ്പോ 4-5 പെണ്ണിങ്ങ തുണി കലകിയോണ്ടിന്നതോ ബീഡി കെട്ടിയോണ്ടിന്നപ്പമോ മൂടൊട്ടൊട്ടിക്ക് തെച്ചപ്പമോ പലക പറയിടെങ്കിൽ തെല്ല് ജാഗ്രത ആക്കണേ. മുസ്ലിമല്ലാത്ത സഹോദര ചൊന്നത്, ഉസ്താദേ എന്റെ ഉമ്മ മുസ്ലിമായിരുന്നില്ല, ഹിന്ദു സമ്പ്രദായം തന്റെ ഉമ്മകിന്നത്. പക്ഷേ ഒരു സ്വഭാവ ഉമ്മകിന്തി എപ്പല്ല പള്ളി മിനാരത്തിൽ ബാങ്ക് കൊടുക്കൂടാ. നന്റെ ഉമ്മ കാട്ടടിച്ചോണ്ടിന്നെങ്കിൽ, എടകൽകിയോണ്ടിന്നെങ്കില്, തുണി തിരുമ്പിയോണ്ടിന്നെങ്കില് ബാങ്ക് കേക്കലോട് കൂടാ. ആ സ്വരവൊന്ന് സ്റ്റോപ്പാക്കൂ. ബാങ്ക് തീരോള് ബാങ്കിടെ മേ ശ്രദ്ധിച്ചോണ്ടിക്കോ. ചിലപ്പോ ഉമ്മ ഉടുത്ത തുണി സാരിയുടെ മിത്താതെ തല കിട്ടതൊന്നാണ് നോക്കിന്ന്. ചിലപ്പോ ഉമ്മയുടെ കണ്ണിൽ തണ്ണി വന്നതും ഇന്ന് മുഞ്ചാണ്ട് കൊറേ നാളുകൾ മുന്നേ ഉമ്മ മരണപ്പെട്ടപ്പ ഉമ്മ മരണപ്പെടുന്ന മുട്ട അവിടെ ടൈമിലു മഹാഭാരതത്തെ ശ്ലോക, പുരാണത്തെ ശ്ലോക, ഭഗവത്ഗീതയുടെ ശ്ലോക ഞങ്ങൾ അവിടെ ചൊന്നു കൊടുത്തോണ്ടിന്ന. പക്ഷേ ആ ഉമ്മയുടെ നാവലു ഒരു ശ്ലോകവും ബന്ധില്ല. ലാസ്റ്റ് ദമ്മുദൈക്കിടേക്ക് മുന്നലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഞങ്ങളെ ഉമ്മയുടെ ദമ്മുദിച്ചിട്ട് ആ ബാങ്കി കൊടുത്ത റെസ്പെക്ട് ആയി ടിക്കു ഞങ്ങൾ ബിയരിക്കടാ. അത് കഴിഞ്ഞിട്ട് ഉമ്മയുടെ ആ ഒരു സദ്ഗതി കഴിഞ്ഞിട്ട് 2000 ഉറുപ്പ തന്നോണ്ടുള്ള പള്ളിയുടെ ഉസ്താദിന് മുട്ട ചൊല്ലുമ്പോ അയാൾ എടുത്തിട്ട് 1000 പിറവ് കൊടുക്കടൂ, എന്തെങ്കിലും ഹദിയ കൊടുക്കൂ ചൊന്നിട്ടു. ഈ 1000 കുറെ സീരണി സമാക്കിയിട്ട് ഇവിടെ പള്ളിയുടെ മുട്ട വിതരണക്ക് വ്യവസ്ഥാക്കട്. മലയാളം പേപ്പറിൽ എന്ത് സ്റ്റോറി. ഓ ഉമ്മമാരെ, ബാങ്ക് ഞങ്ങളെ കാതുകി പോളുമ്പോ പലക്ക പറയുടെ സ്വഭാവം ഞങ്ങൾ വേണ്ട. നിങ്ങളെ ബാന്യാക്കളുടെ ടൈമായെങ്കിലും അല്ലാത്ത ടൈമായെങ്കിലും ആ സ്വഭാവം ഞങ്ങൾക്ക് വേണ്ട. ഇൻഷാ അല്ലാഹ്.